ഫെയ്ത്ത് ക്ലിയറൻസിന്റെ 12ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പഠന വിഷയം ദിവ്യബലിക്ക് നേരം വൈകി വന്നാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാമോ എന്നതാണ്. ഈ വിഷയം പഠനവിധേയമാക്കുമ്പോൾ നിയമത്തേക്കാൾ ചൈതന്യത്തിന് പ്രസക്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ദിവ്യബലിയിൽ പൂർണ്ണമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാം എന്നതല്ല ചൈതന്യം. പ്രസാദപര അവസ്ഥയിൽ, തെറ്റില്ലാത്ത അവസ്ഥയിലാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സഭ ഒരു വിശ്വാസിയെ കടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി പങ്കെടുക്കുന്ന ഒരു ബലിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാം എന്നത് ഒരു യോഗ്യതയായിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ പൂർണ്ണമായ ഒരു ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നത് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഒരു അയോഗ്യതയുമായിട്ടും നിലനിൽക്കുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നിയമത്തെക്കാൾ ചൈതന്യത്തിനാണ് പ്രസക്തി എന്ന് പറഞ്ഞത് നമുക്ക് വ്യക്തത വരുത്താം. വൈകി വരാനുണ്ടായ സാഹചര്യത്തെ നമ്മൾ ആദ്യം പരിഗണിക്കണം. വ്യക്തിപരമായ മടിയോ ശ്രദ്ധക്കുറവോ സ്വയമായി ഉണ്ടാക്കിയ അനാസ്ഥയോ കാരണമാണോ ബലിവേദിയിലേക്ക് വരാൻ നേരം വൈകിയതെന്ന് വിലയിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നാം നേരം വൈകാൻ കാരണമായത് രോഗി പരിചരണമോ അതുപോലെയുള്ള മറ്റു കാരണങ്ങളാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ, ഉദാഹരണമായി പറഞ്ഞാൽ ബലിവേദിയിലേക്ക് വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് നമ്മൾ കണ്ടുമുട്ടുകയും ആ രോഗിയെ വേണ്ടതായിട്ടുള്ള സഹായ പരിചരണങ്ങൾ കൊടുക്കാൻ നാം ബാധ്യസ്ഥരാവുകയും അത് ഏറ്റെടുത്ത് നിർവഹിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നേരം വൈകാൻ കാരണമായെങ്കിൽ അത് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അയോഗ്യതയായിട്ട് ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. അതുപോലെ ദേവാലയത്തിലേക്ക് ന്യായമായും എത്തിപ്പെടേണ്ട സമയത്തിന് ഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും തൻ്റേതല്ലാത്ത കാരണത്താൽ അപ്രതീക്ഷിതമായിട്ട് ബ്ലോക്കിൽ പെടുകയും അത് ദേവാലയത്തിൽ എത്താൻ നേരം വൈകാൻ കാരണമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. നിയമത്തെക്കാൾ ചൈതന്യം മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിച്ച് പ്രാവർത്തികമാക്കുക എന്നത് മാനദണ്ഡമാക്കി പ്രവർത്തിക്കാൻ ഒരു വിശ്വാസിയും പഠിച്ചിരിക്കുക എന്ന് മനസ്സിലാക്കുക.